കാസർകോട്ടെ എൻഡോസൾഫാൻ ബാധിതരുടെ ചികിത്സയും വഴിമുട്ടുന്നു. ദുരിതബാധിതർക്കായി ഏർപ്പെടുത്തിയ ചികിത്സാ സൗകര്യങ്ങൾ മംഗലാപുരത്തെ ആശുപത്രികൾ പിൻവലിച്ചുവെന്ന വാർത്ത. സംസ്ഥാന സർക്കാർ എൻഡോസൾഫാൻ ദുരിതബാധിതരെ പാടെ അവഗണിച്ചെന്ന് മഞ്ചേശ്വരത്തെ MLA AKM അഷ്റഫ് പരാതി പറയുന്നു. സെൽ യോഗം വിളിക്കാൻ പോലും മന്ത്രി മുഹമ്മദ് റിയാസിന് താല്പര്യമില്ലെന്ന് AKM അഷ്റഫ് 24നോട്. KMC മണിപ്പാലിലെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ മെഡിസിൻ കൊടുക്കുന്നില്ല. അവർ വീണ്ടും മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ആരോഗ്യ മേഖലയിൽ അവരുടെ അവസ്ഥ കാണുന്നത്. 20,500 പേരുടെ ഒരു ലിസ്റ്റ് ഇപ്പോഴും കയ്യിലുണ്ട്. ക്യാമ്പ് നടത്തുമെന്ന് പറയാതെ ഇതുവരെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല. ഇതിൻ്റെ ചുമതലയുള്ള മിനിസ്റ്റർ ബഹുമാനനായ റിയാസ് മിനിസ്റ്ററാണ്. ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, ഒന്ന് മീറ്റിംഗ് വിളിക്കാൻ തയ്യാറാകണമെന്ന്. 2.5 വർഷത്തോളമായി മീറ്റിംഗ് വിളിച്ചിട്ടില്ല. അതുമാത്രമല്ല, പെൻഷൻ്റെ കാര്യം 6 മാസത്തോളമായി ഇവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. വിവരങ്ങളുമായി അരുൺ പാറക്കൽ തത്സമയം ചേരുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ ഈ എൻഡോസൾഫാൻ വിക്ടിംസ് പൊതുവേ അവരുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു അവഗണന പലരുടെയും ഭാഗത്തു നിന്നുണ്ട്. ഏറ്റവും അവസാനം എന്താണ് അവിടുത്തെ അവസ്ഥ? ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി അവരുടെ ദുരിതങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർക്കിപ്പോൾ ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് മംഗലാപുരത്തെ ആശുപത്രികൾ പോലും എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അനുവദിച്ചിരുന്ന ചികിത്സാ സഹായങ്ങൾ അത് വെട്ടിക്കുറച്ചിരിക്കുന്നു. പല ആശുപത്രികളും ചികിത്സാ സഹായങ്ങൾ നൽകുന്നില്ല എന്നാണ് അത് പറയുന്നത് മഞ്ചേശ്വരം MLA AKM അഷ്റഫാണ്. അതിന് കാരണം സംസ്ഥാന സർക്കാർ ഇവരെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. അതാണ് മംഗലാപുരത്തെ ആശുപത്രികളും ചികിത്സാ സഹായങ്ങൾ നൽകാത്തത്. ഈ ആശുപത്രികൾക്ക് സർക്കാർ നൽകേണ്ട ധനസഹായങ്ങൾ പോലും നൽകുന്നില്ല. അതുകൊണ്ട് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരെ ഈ ആശുപത്രികളും അവഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ MLA പറയുന്നത്. തുടർച്ചയായി സെൽ യോഗം വിളിക്കണമെന്നും മെഡിക്കൽ ക്യാമ്പുകൾ വിളിക്കണമെന്നും MLA ഉൾപ്പെടെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം, സെൽയോഗത്തിൻ്റെയൊക്കെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ 2.5 വർഷത്തിലധികമായി ഈ സെൽയോഗം വിളിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. ഈ മെഡിക്കൽ ക്യാമ്പും സെൽയോഗവും വിളിച്ചാൽ മാത്രമാണ് ഇവിടെ എത്രത്തോളം ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ചികിത്സാ സഹായങ്ങൾ വേണ്ടത്, ആർക്കൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തതയുണ്ടാവൂ. പക്ഷേ ഇപ്പോൾ അതൊന്നും ഉണ്ടാവുന്നില്ല. 20,000-ലധികം ആളുകളുടെ ഒരു ലിസ്റ്റൊക്കെ കയ്യിലുണ്ട്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിനോ സംസ്ഥാന സർക്കാരിനോ എത്ര പേർക്കാണ് ആനുകൂല്യങ്ങൾ വേണ്ടത്, എത്ര പേർക്ക് ചികിത്സാ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഒരു പട്ടിക അവരുടെ കൈവശം ഉണ്ടാവണം. പക്ഷേ അതൊന്നും ഇപ്പോൾ നിലവിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN എന്തായാലും എൻഡോസൾഫാൻ ദുരിതബാധിതരെ പാടെ അവഗണിക്കുന്നു. 6 മാസത്തോളമായി ഇവർക്ക് പെൻഷൻ പോലും ലഭിച്ചിട്ട് ചികിത്സാ സഹായങ്ങൾ ആർക്കും തന്നെ ലഭിക്കുന്നില്ല. കാസർകോട്ടെ ആശുപത്രികൾ, അതായത് കാസർഗോഡ് ആശുപത്രികൾ. അരുൺ പാറക്കലാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്.